കഴിഞ്ഞ ദിവസം മുതൽ ബിനു അടിമാലിയാണ് വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബിനു അടിമാലിയുടെ വാർത്ത വൈറലാണ്. മർദ്ദിച്ചുവെന്നും ദ്രോഹിച്ചുവെന്നുമുള്ള ക്യാമറാമാൻ ജിനേഷിന്റെ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും പച്ചക്കള്ളമാണെന്നുമാണ് ബിനു അടിമാലി ഇപ്പോൾ പറയുന്നത്. പല അഭിമുഖങ്ങളിലും അയാൾ പലതാണ് പറയുന്നതെന്നും കമന്റും വാർത്തയും ഒന്നും താൻ കേട്ടിട്ടില്ല, കേട്ടാൽ ഞാൻ തകർന്നു പോവും, കാരണം നമുക്കങ്ങനെ കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല എന്നൊക്കെയാണ് ബിനു അടിമാലി ഇപ്പോൾ പറയുന്നത്. സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്ക് എതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ കാണുന്നത്. ഫോട്ടോഗ്രാഫറാണ് പുള്ളി. ഞങ്ങളുടെ എല്ലാം ഫോട്ടോ എടുക്കാറുണ്ട്. ഒരു ദിവസം എൻ്റെ സോഷ്യൽ മീഡിയ പേജ് ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു. എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റയിലും ഒന്നും ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ട് ഞാൻ സമ്മതിച്ചു. സത്യത്തിൽ പുള്ളിക്ക് ഫോട്ടോ ഇടാൻ റീച്ചുള്ള ഒരു പേജ് വേണമായിരുന്നു. എൻ്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നെ എന്നോട് ചോദിച്ച് ഈ പേജ് കൊടുക്കുന്നോ എന്ന്. പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി. എന്നോട് ചോദിക്കാതെ പാസ്വേഡ് മാറ്റി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അയാൾ പറഞ്ഞതെന്നും ബിനു അടിമാലി പറയുന്നു. തൻ്റെ കൂടെ സഹകരിച്ച ഒരാളും താൻ മോശക്കാരനാണെന്ന് പറയില്ലെന്നാണ് തൻ്റെ വിശ്വാസമെന്നും, കാരണം ബിസിനസ് മൈൻഡിൽ ഞാൻ ആരോടും പെരുമാറിയിട്ടില്ലെന്നും ബിനു അടിമാലി പറയുന്നു. ഇപ്പോൾ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യുന്നില്ല. ഉള്ള വീട് ഞാൻ വിറ്റു. മകൻ വിദേശത്ത് പഠിക്കാൻ പോയി. അവൻ്റെ ലോണും വീടിൻ്റെ ലോണും അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് വീട് വിറ്റു. ഒരു കുഞ്ഞിന് വയ്യ. ഓരോ ദിവസവും ഓരോ വിഷയം വരികയാണ്, വിഷമിപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കുമെന്നാണ് ഇത് കോംപ്രമൈസ് ചെയ്യാൻ ചെല്ലുന്നവരോട് ജിനേഷ് പറയുന്നത്. പാലാരിവട്ടം സ്റ്റേഷനിൽ എഴുതി ഒപ്പുവെച്ചിട്ടുണ്ട്. ബിനു അടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി താൻ ഉപദ്രവിക്കില്ലെന്ന്. എൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ 52,000 രൂപ തിരിച്ചു തന്നിട്ടില്ല. ഇതുകൂടാതെ പല ആവശ്യങ്ങൾക്കും പണം കൊടുത്തിട്ടുണ്ട്. പേജിൽ പരസ്യമിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടേണ്ടതാണ്, പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. സുധിയുടെ വീട്ടിൽ ജിനേഷിന്റെ നിർബന്ധപ്രകാരമാണ് അന്ന് പോയത്. ചേട്ടാ, നമ്മൾ നേരത്തെ ചെന്നില്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ ബാധിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. അത് മാർക്കറ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അത്തരത്തിൽ വരുന്ന പൈസ എനിക്ക് വേണ്ടെന്നും ഞാൻ പറഞ്ഞു. ഞങ്ങൾ അറിയാതെയാണ് അവൻ വീഡിയോ ചെയ്തത്. കൂടെ നിന്നവരെ വിശ്വസിച്ചത് മൂലം 8ന്റെ പണി കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പ്രതികരിക്കാനും പോകാറില്ല. സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ വീട്ടുകാരും വിഷമിക്കും. ഇപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത്, വർക്കും കുറവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി പരിപാടിക്ക് വിളിക്കുമോ എന്നാണ് ബിനു അടിമാലി ചോദിക്കുന്നത്. ഞാൻ മർദ്ദിച്ചെന്നാണ് അയാൾ പറയുന്നത്. മർദ്ദിച്ചെങ്കിൽ ശരീരത്ത് പാടോ ആശുപത്രിയിൽ ചികിത്സ ചെയ്യുകയോ വേണ്ടേ? പോലീസ് മെഡിക്കൽ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ വേദന സംഹാരി വാങ്ങിയെന്ന് മാത്രമാണ് അയാൾ കാണിക്കുന്നത്. ക്യാമറയുടെ മുമ്പിൽ പണിയെടുത്ത് അരി വാങ്ങുന്നവനാണ് ഞാൻ. ആ ക്യാമറ തല്ലിപ്പൊട്ടിക്കില്ല. ക്യാമറ പൊട്ടിച്ചുവെന്നാണ് അയാൾ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ക്യാമറ SIയുടെ കയ്യിൽ നിന്നും അവൻ വാങ്ങിപ്പോയിരുന്നു. ഇതാണ് സത്യം. 9 ലക്ഷം രൂപയാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ കയ്യിൽ കൊടുക്കാൻ നിവൃത്തിയില്ല. ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞാണ് പലരും വിളിക്കുന്നത്. സുഖമില്ലാത്ത എൻ്റെ മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം. ആ മകളുടെ തലയിൽ കൈവച്ച് പറയുകയാണ്, അവനെ തല്ലുകയോ അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്നും ബിനു അടിമാലി പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.